ഹലോ. വൈകുന്നേരമായി കേട്ടോ, നല്ല ക്ഷീണമുണ്ടേ. അപ്പോൾ ഒരു കടുപ്പത്തിലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കടുപ്പത്തിലൊരു ചായ കുടിക്കുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കിടക്കുമല്ലോ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ നിങ്ങളോടൊന്ന് പറയാമെന്ന്. ഇപ്പം എനിക്ക് എന്ത് മനസ്സിൽ വന്നാലും പറയാനും കേൾക്കാനും ഒക്കെ നിങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഞങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല. നമുക്ക് ഇന്നിരുന്ന് ആലോചിക്കുമ്പം ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തെ കഷ്ടപ്പാടാണ്. കാരണം ഞങ്ങളുടെ അച്ചാച്ചൻ ഞങ്ങളുടെ കുഞ്ഞിലേ മരിച്ചല്ലോ. അപ്പോൾ എന്നെ അണ്ണനെയും പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ വേണ്ടി അമ്മ എടുത്ത ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് സ്നേഹമാണോ ബഹുമാനമാണോ എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കൽ പോലും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അമ്മ ആരെങ്കിലും നമ്മളെ സഹായിച്ചില്ലല്ലോ, അവരത് തന്നില്ലല്ലോ, ഇവരിത് തന്നില്ലല്ലോ, അങ്ങനെയൊന്നും അമ്മ ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. അതെനിക്ക് അത്ഭുതമാണ്, എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അമ്മ. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ട്രഗിൾ എടുത്ത് ഞങ്ങളെ വളർത്തിയത് കൊണ്ടാകാം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ ഓവർകം ചെയ്ത് പിന്നെയും ജീവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നത് ഈ അമ്മയെ കണ്ട് പഠിച്ചത് കൊണ്ടാകും. കാരണം അമ്മ അത്രയും സ്ട്രഗിൾ എടുത്ത് അമ്മ എടുത്ത സ്ട്രഗിളിൻ്റെ ഒന്നും ഒരു ചെറിയൊരു ശതമാനം പോലും നമ്മളൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ മകളായിട്ട് വളർന്നത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ അങ്ങ് തളർത്താൻ പറ്റത്തില്ല ഒരു വിഷയങ്ങൾക്കും. പക്ഷേ വിഷമമൊക്കെ ഉണ്ടാവുമായിരിക്കാം മനസ്സിൽ. എന്തായാലും എന്താ പറയണ്ടേ, ഇന്ന് അമ്മ എന്താവശ്യപ്പെട്ടാലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാനത് സാധിച്ചു കൊടുത്തിരിക്കും അമ്മയ്ക്ക്. ഇത് കണ്ടോ, നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ പൂക്കൾ പോലെ നമ്മുടെ ജീവിതം മനോഹരമാവും കേട്ടോ.